ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഫ്രാക്ഷൻസിലെ അടുത്തൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഒരു സംഖ്യയുടെ 1/5 ഭാഗത്തിൽ നിന്ന് 1/6 ഭാഗം കുറച്ചാൽ 30 കിട്ടും എങ്കിൽ സംഖ്യ ഏത്? 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരു സംഖ്യയുടെ 1/5 ഭാഗം, അതിൽ നിന്ന് 1/6 ഭാഗം കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും എന്നാ പറഞ്ഞേക്കുന്നത്? 30 കിട്ടും എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇപ്പോൾ എക്സിറ്റ് ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ സംഖ്യ ഏതാണ് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ സംഖ്യയെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് എന്നും പറഞ്ഞെടുക്കാം. അപ്പോൾ 1/5 ഭാഗത്ത് നിന്ന് എന്ന് പറയുമ്പോൾ ഏതിന്റെ 1/5 ഉദ്ദേശിക്കുന്നത്? സംഖ്യയുടെ 1/5 ഭാഗം എന്നല്ലേ. അപ്പൊ അതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? സംഖ്യയുടെ 1/5 ഭാഗം എന്ന് പറഞ്ഞ സംഖ്യയുടെ 1/5 ഭാഗം, അത് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? 1/5 ഇൻറ്റു എക്സ്. അതിന് നമുക്ക് 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പർ തന്നെയല്ലേ കിട്ടുന്നത്. അപ്പൊ 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആരാ? 5. അങ്ങനെയാണെങ്കിൽ സംഖ്യയുടെ 1/6 ഭാഗം നമുക്ക് എങ്ങനെയായിരിക്കാം ഡിനോട്ട് ചെയ്യാൻ പറ്റുക? സംഖ്യയുടെ 1/6 ഭാഗം എന്ന് പറഞ്ഞാൽ 1/6 ഇൻറ്റു എക്സ് എന്നല്ലേ. അപ്പോൾ 1 ഇൻറ്റു എക്സ് എന്താ? എക്സ് ഡിവൈഡഡ് ബൈ 6. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര കിട്ടും എന്നാ പറഞ്ഞേക്കുന്നത്? 30 കിട്ടും എന്നാ പറഞ്ഞേക്കുന്നത്. ഇനി ഏതിന് ഏത് കുറയ്ക്കണം? 1/5 ഭാഗത്തിൽ നിന്ന് ഒക്കെ അല്ലേ. അപ്പൊ ആദ്യം എഴുതേണ്ടത് 1/6 ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ x/5 നിന്ന് ഏത് മൈനസ് ചെയ്യണം? x/6 മൈനസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 30 ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര? അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ എന്താണ്ട് ഇവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക, എക്സിന്റെ വാല്യൂ എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പൊ x/5 മൈനസ് x/6 ഈക്വൽ ടു 30 എന്നാണ് അല്ലേ. അപ്പൊ നമുക്കറിയാലോ ക്രോസ് ചെയ്യണമെന്നുള്ളത്. ഇപ്പം a/b ഒരു ഫ്രാക്ഷൻ, പ്ലസ് ആയാലും മൈനസ് ആയാലും സെയിം പ്രോസസ് തന്നെയാണ്. c/d എന്ന് പറഞ്ഞാൽ വേറൊരു ഫ്രാക്ഷൻ. ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? ഇവിടെ നിങ്ങൾ നോക്കുക, എയും ബിയും സിയും ഡിയും ഒക്കെ സിംഗിൾ ഡിജിറ്റ് ആണോ എന്ന് നോക്കുക. സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യാന്ന് വെച്ചാൽ എയും ഡിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, എ ഇൻറ്റു ഡി. ഓക്കെ അല്ലേ. പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കുക, മൈനസ് ആണെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത ഏതാണ്? ബിയും സിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ബി ഇൻറ്റു സി. ഇപ്പൊ നമ്മുടെ ന്യൂമറേറ്റർ കംപ്ലീറ്റ് ആയി, ഡിവൈഡഡ് ബൈ. തീർന്നില്ല. ഇനി ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് എടുക്കണം, എന്നുവെച്ചാൽ ബി ഇൻറ്റു ഡി. ഓക്കെ അല്ലേ. അപ്പം ഇതിപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്പർ ഇട്ടാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഞാൻ ജനറൽ കേസാണ് പറഞ്ഞത്. അപ്പൊ എക്ക് പകരം 2ഉം ബിക്ക് പകരം 3ഉം കൊടുത്തു, പ്ലസോ മൈനസോ ആയിക്കോട്ടെ. c/d, സിക്ക് പകരം ഞാൻ 5 എന്ന് കൊടുത്തു, ഡിക്ക് പകരം ഞാൻ 7 കൊടുത്തു. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ക്രോസ് ചെയ്യാൻ നോക്കിക്കേ. 2 ഇൻറ്റു ഏത് ചെയ്യണം? 7 ചെയ്യണം അല്ലെ. എ ഇൻറ്റു ഡി ചെയ്ത പോലെ 2 ഇൻറ്റു 7. പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്. ഇനി അടുത്തതോ 5 ഇൻറ്റു 3. ഓക്കെ അല്ലേ. ഡിവൈഡഡ് ബൈ. തീർന്നില്ല. ഏത്? ഇനി ഡിനോമിനേറ്ററിന്റെ പ്രോഡക്റ്റും കൂടെ നമുക്ക് എടുക്കണം, 3 ഇൻറ്റു 7. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഒരു രണ്ട് ഫ്രാക്ഷൻസ് തന്നിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞാലും സബ്ട്രാക്ട് ചെയ്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യേണ്ടത്. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. പക്ഷെ ഇത് അപ്ലൈ ചെയ്യേണ്ടത് സിംഗിൾ ഡിജിറ്റിനൊക്കെ അപ്ലൈ ചെയ്താൽ ഈസിയാണ്. ഇപ്പം 2 ഡിജിറ്റും 3 ഡിജിറ്റും ഒക്കെയാണ് തരണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നെ നമ്മൾ എന്ത് ചെയ്യും? കുറേ സമയം എടുക്കും. ആ കേസിൽ നമ്മൾ LCM തന്നെ യൂസ് ചെയ്യണം. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത പോലെ നമുക്ക് ഇവിടെയും ചെയ്ത് നോക്കാം. എക്സ് ഇൻറ്റു ഏത് ചെയ്യണം? 6 ചെയ്യണം. എക്സ് ഇൻറ്റു 6 നിങ്ങൾക്കറിയാം 6x അല്ലേ. x6 എന്ന് എഴുതുന്നതിന് പകരം നമ്പർ ആദ്യം എഴുതിയിട്ട് എക്സ് എഴുതുക. അപ്പൊ 6x. ഇവിടെ നടുക്ക് മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ടു. അടുത്തത് 5 ഇൻറ്റു ഏത് ചെയ്യണം? എക്സ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 5x ഡിവൈഡഡ് ബൈ. കഴിഞ്ഞില്ല. ഇനി ഡിനോമിനേറ്ററിന്റെ കൂടി എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് എടുക്കണം. 5 ഇൻറ്റു 6 30 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താ കിടക്കുന്നത്? 13 തന്നിട്ടുണ്ട്. അത് അതുപോലെ താഴോട്ട് കൊണ്ടുവരും. ഇനി 6x മൈനസ് 5x എന്താ? 6x ഉണ്ട്. 6x ന്ന് 5x പോയി. ബാക്കി ഇനി എത്ര x ആ ഉള്ളത്?
ഒരു എക്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ 1x എന്ന് എഴുതാം, അല്ലെങ്കിൽ വെറുതെ എക്സ് എന്നും എഴുതാം, രണ്ടും സെയിം തന്നെ. അപ്പൊ x/30 ഈക്വൽ ടു, ഇവിടെ റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്, 30. ഇനി എക്സ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഏത് നമ്പറിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 30 കിട്ടുന്നതെന്ന് നോക്കിയാലും മതി. അല്ലെങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന 30യെ നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോകണം, റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകണം, ഇക്വാലിറ്റിയുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകണം. അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഈ 30യും ഈ എക്സും തമ്മിൽ ഏതാണ് ഓപ്പറേഷൻ എന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവര് തമ്മിലുള്ള ഓപ്പറേഷൻ ഏതാണ്, ഡിവിഷൻ ആണ് അല്ലെ. അപ്പൊ ഡിവിഷൻ ഫോമിൽ ഇരിക്കുന്ന ഒരാളെ നമ്മൾ ഇക്വാലിറ്റിയുടെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഓപ്പറേഷൻ എന്ത് ചെയ്യും, മാറും. ഡിവിഷൻ ആണെങ്കിൽ അത് എന്തായി മാറും, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ ഡിവിഷൻ ഫോമിൽ ഇരിക്കുന്ന 30യെ ഞാൻ എന്ത് ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരുണ്ട്, ഓൾറെഡി 30 എന്ന് പറയുന്ന നമ്പർ അവിടെ ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 30യും കൂടി എന്ത് ചെയ്യുന്നു, കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ എന്നുള്ളത് മാറി എന്തായി മാറും, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. ഓക്കെ, എന്ന് വെച്ചാൽ ഇവര് തമ്മിൽ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം, മാറിപ്പോവാതിരുന്നാൽ മതി. സോ ആൻസർ എന്താ വരാം, എക്സ് ഈക്വൽ ടു 30 × 30. 3 × 3 നമുക്കറിയാം 9 ആണ്. 0 എത്ര 0 ഉണ്ടെന്ന് നോക്കിയാൽ മതി, ആ അത്രയും 0 എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കുക. സോ ആൻസർ 900 എന്ന് കിട്ടും. ഇത് നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത്രയും സമയമൊന്നും എടുക്കില്ല. ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്ത് എക്സാമ്പിളൊക്കെ പറഞ്ഞുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾ ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.